വെൽക്കം ടു വെരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേന്റെ ഭാഗമായിട്ട് വെരാന്ത റൈസ് ഒരു മന്ത് ലോങ് സീരീസ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, വീഡിയോ സീരീസ്. അപ്പോൾ അതിന്റെ ഇന്നത്തെ കണ്ടന്റ് നോക്കാം നമുക്ക്. എൻ്റെ പേര് ഗോകുൽ. ഇന്നത്തെ കണ്ടന്റ് പോകുന്നത് ക്വസ്റ്റ്യൻ ട്രെൻഡ്സ് ഇൻ SSC എക്സാംസ്. SSC എക്സാംസിൽ റീസെന്റ് ആയി കാണുന്ന ക്വസ്റ്റ്യൻ ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സിലബസിലേക്ക് കിടക്കുന്നില്ല. SSCന്റെ സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്രീഫ് വീഡിയോയിൽ അത് നമുക്കെല്ലാം പറയാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണ് ഈ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിൽ SSC ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം അത് അനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ SSCയിൽ എത്ര സെക്ഷൻസ് അല്ലെങ്കിൽ എത്ര സെക്ഷനിൽ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുള്ള അറിയണം. ഒന്ന് മാത്സ് ആണ്, 4 സെക്ഷൻസ് ആണ് SSC എക്സാമിലുള്ളത്. ഒന്ന് മാത്സ്, സെക്കൻഡ് വൺ ഈസ് റീസണിങ്, തേർഡ് വൺ ഈസ് ഇംഗ്ലീഷ്, ഫോർത്ത് വൺ ജനറൽ അവയർനെസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മാത്സിന്റെ കേസ് നോക്കാം. മാത്സിന്റെ കേസിൽ അരിത്തമാറ്റിക് ടോപ്പിക്കുകളും അഡ്വാൻസ് ടോപ്പിക്കുകളുമാണ് വരാറ്. അരിത്തമാറ്റിക്, ആൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, അങ്ങനെ നീണ്ടിടക്കാണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ മാത്സിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുലാസ് എല്ലാം മനപ്പാടാക്കിയിരിക്കണം, ഫസ്റ്റ് വൺ. പിന്നെ ബേസിക് കൺസെപ്റ്റുകളിലെല്ലാം ധാരണ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഫോർമുല ബേസ്ഡ് മാത്രം നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു SSC എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബേസിക് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടംപോലെ അവർ ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മാത്സിൽ. സോ ഫോർമുല പ്ലസ് ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഒരു 25 ക്വസ്റ്റ്യൻസ് മാത്സിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്സിൽ ഫോർമുല ബേസ്ഡ് മാത്രമായിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ലാതെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ഡീപ്പായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ എത്ര അറിവുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനനുസരിച്ചുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ കൺസെപ്റ്റും പക്കയായിരിക്കണം, ഫോർമുലാസും പക്കയായിരിക്കണം, 2 കേസസ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് കുറച്ച് മൾട്ടിപ്പിൾ സ്റ്റെപ്സിൽ സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പം വെറൈറ്റി ഓഫ് നമ്മൾ പ്രീവിയസ് ഇയർ SSC എക്സാം എന്ന് വെച്ചുമ്പോൾ MTS, CHSL, CGL, സെലക്ഷൻ പോസ്റ്റ്, അങ്ങനെ പല എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ എക്സാമിന് ഓരോ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് SSC ഇറക്കാറുണ്ട്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എല്ലാം മാത്സിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ സ്കോർ നമുക്ക് നല്ലോണം കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ SSCന്റെ കേസ് പറഞ്ഞുതരാം. ഇംഗ്ലീഷ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് ചോദിക്കാറ്. ഇംഗ്ലീഷ് ബേസിക് ഗ്രാമറും ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇറസ്പോർട്ടിങ്, അതൊക്കെ ബാങ്കിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി SSCന്റെ കേസിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. സോ SSCക്ക് വൺസ് നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ആന്റോണിംസ് ആൻഡ് സിനോണിംസ് എന്ന് വെച്ചാൽ വൊക്കാബിന്റെ സെക്ഷൻസാണ്. വൊക്കാബ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് പോകുന്നത് ഈ ആന്റോണിം സിനോണിംസിലായിരിക്കും. നമ്മൾ കേൾക്കാത്ത വാക്കുകളും കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുക, ഫ്രേസസ്, ഇഡിയംസ്. അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ ഈ ബേസിക് ഗ്രാമർ റൂൾസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇംഗ്ലീഷിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെ, അത് കഴിഞ്ഞിട്ടല്ല, അതിന്റെ കൂടെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് വൊക്കാബ്. വൊക്കാബിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ വൊക്കാബ് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഇരിക്കുന്നത് ഇംഗ്ലീഷിൽ SSCന്റെ കേസ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ റീസണിങ് എബിലിറ്റി. റീസണിങ് എബിലിറ്റിയിൽ കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ് കംപ്ലീഷൻ, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, സിലോജിസം, പസിൽസ്, അങ്ങനെ കുറെ ഉണ്ട് റീസണിങ്ങിൽ. റീസണിങ്ങിന്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഇൻ ദ സെൻസ് നമുക്ക് ഡീപ്പായിട്ട് ഒരു സബ്ജക്ട് മാത്സ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കാനുള്ളത് റീസണിങ്ങിൽ ഇല്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ മോഡ് ഓഫ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളും എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാന്നുള്ള നമ്മളേതായ ഒരു രീതി കണ്ടുപിടിക്കലാണ് റീസണിങ്ങിൽ മെയിൻ ആയിട്ട്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ആയിരിക്കും. നമ്മളെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളെ ലോജിക്കൽ റീസണിങ് എങ്ങനെയാണ് നമ്മളെ തോട്ട് പ്രോസസ്സ് പോകുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മോൾഡ് ചെയ്ത് നമ്മളെങ്ങനെ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്നു അത് അതാണ് മെയിൻ ആയിട്ട് റീസണിങ്ങിൽ നോക്കേണ്ടത്. അതപ്പം ചില ഡൈസിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കലണ്ടറിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ട്രിക്സുകളും കാര്യങ്ങളും ഉണ്ട്. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് ടൈം അതിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റും. നമ്മളൊരു ടൈം ലിമിറ്റ് ഒരു 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണിങ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എടുത്ത് കാണുകയും ചെയ്തിട്ടാണ് നമ്മൾ റീസണിങ്
എക്സാംസിന് അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓക്കെ, റീസണിങ്ങിന്റെ കേസിൽ തന്നെ പറയാനുള്ള മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഇനി ചോദിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളുടെ ഏകദേശം മെജോർ 98% 99% തന്നെ നമുക്ക് റീസണിങ്ങിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് 125 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് വല്ലമായിരിക്കും SSC പുതിയതായിട്ട് ഇറക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം പ്രീവിയസ് ഇയർ ബേസ്ഡ് തന്നെയായിരിക്കും റീസണിങ് ചോദിക്കാറ്. പുതിയതായിട്ട് ഒരു ട്രെൻഡ് വരാറില്ല ഇപ്പം റീസണിങ്ങിന്. ഒരു ക്വസ്റ്റ്യൻ വല്ലതും പുതിയതായിട്ട് വന്നാലായി. ഇനി അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സബ്ജക്ട് ബേസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സയൻസ്. അപ്പം ഇത്രയും വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടാതെ ഒരു സെക്ഷനാണ് ഈ ജനറൽ അവയർനെസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടൽ പോലെ ഇരിക്കുന്ന ഒരു സെക്ഷനാണ് ഇത്. അതിനകത്ത് നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത ഭാഗത്തു നിന്നാ ചോദിച്ചെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഒബ്വിയസ്ലി. അപ്പം അങ്ങനത്തെ ഒരു സെക്ഷനാണ് ജനറൽ അവയർനെസ്. അതിന്റെ പ്രാധാന്യം, അത് കടൽ പോലെ നിൽക്കുന്ന ഈ പ്രാധാന്യം പറഞ്ഞു തരാനുള്ള കാരണം, നമ്മളൊരു SSCന്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ചിലവർ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൺസ് നമ്മൾ മാത്സ് സെറ്റാക്കും, ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ സെറ്റാക്കും, റീസണിങ് സെറ്റാക്കും. ജനറൽ അവയർനെസ് ലാസ്റ്റ് എക്സാമിന്റെ കുറച്ച് ടൈം മുമ്പേ സെറ്റാക്കാന്ന് വിചാരിച്ച് നിന്നാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴാണോ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് തൊട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും മെജോറിറ്റി നല്ല ഒരു ടൈം കൊടുക്കേണ്ട ഒരു സാധനമാണ് ജനറൽ അവയർനെസ്. എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഓരോ ദിവസം കുറച്ച് ടൈമും ഇതിനു വേണ്ടി ജനറൽ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സ്വന്തമായിട്ട് നോട്ടും കാര്യങ്ങളും എഴുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊന്ന് റെഫർ ചെയ്യാനും ജസ്റ്റ് നമ്മളെ നോട്ടുകൾ മറച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ SSC എക്സാംസ് വൺ ഡേ നടക്കുന്ന ഒരു എക്സാം അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-18 ദിവസങ്ങളിലായിട്ട് 1, 2, 3, 4 ഷിഫ്റ്റുകളായിട്ട് നടക്കുന്ന എക്സാമാണ്. ഒരു ദിവസം തന്നെ 3 ഷിഫ്റ്റ് 4 ഷിഫ്റ്റ് നടക്കുന്ന എക്സാമാണ്. സോ ഇന്നൊരു ഹിസ്റ്ററിന്റെ ഒരു 2-3 ക്വസ്റ്റിനാ ചോദിച്ചെങ്കിൽ നമ്മൾ നാളത്തെ ഷിഫ്റ്റ് അങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നാളത്തെ ഷിഫ്റ്റിൽ ചിലപ്പം എക്കണോമിക്സ് 2-3 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചത്, ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ടാവില്ല. മറ്റന്നാൾ സയൻസിൽ നിന്നായിരിക്കും കുറച്ച് അധികം ചോദ്യം ചോദിച്ചത്. സോ നമുക്ക് പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ചോദിക്കും, പക്ഷേ നമ്മളെ ഷിഫ്റ്റിൽ എന്താ വരിക എന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. സോ ഓൾമോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആണ് അവരുടെ പാറ്റേൺ. ഇത് ജനറൽ അവയർനെസിന്റെ കേസിൽ മാത്രമല്ല, SSCന്റെ എല്ലാം, എന്ന് വെച്ചാൽ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആണെങ്കിലും ജനറൽ അവയർനെസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കേസ് ഇങ്ങനെയാണ്. പല ഷിഫ്റ്റുകളായിട്ട് നടക്കുന്നുണ്ട്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ ഷിഫ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. സോ എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം, ജനറൽ അവയർനെസ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്, സ്പോർട്സ്, ഗവൺമെന്റ് സ്കീംസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും കാര്യങ്ങളും ഇപ്പോൾ പുതിയതായിട്ടുള്ള ട്രെൻഡിൽ നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസും നമ്മളെ എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം അത് നോക്കണം. പിന്നെ സ്പോർട്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഈ 1 ഇയറിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്, അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡേറ്റാസ്, കാര്യങ്ങൾ, ഫാക്ട്സുകളൊക്കെ പഠിച്ചു വെക്കുക. അതെന്തായാലും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ അപ്പോയിന്റ്മെന്റ്സ്, റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, പുതിയ വലിയ വലിയ MNCകളിൽ നടന്നിരിക്കുന്ന CEO-മാരുടെ അപ്പോയിന്റ്മെന്റ്സ്, സെൻട്രൽ മിനിസ്റ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ SSC എക്സാമിനേഴ്സിന് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ് അതൊക്കെ ജസ്റ്റ് റെഫർ ചെയ്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് SSCയിലെ മെയിൻ എക്സാം ആയിട്ടുള്ള CGL ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് സിലബസുകൾ പറയാനാണെങ്കിൽ അധികം ഉണ്ട് SSCന്റെ കേസിൽ. അത് ഇവിടെ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ട്രെൻഡുകളും കാര്യങ്ങളും പറഞ്ഞു തന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.